നമസ്കാരം. ക്രൂഡ് മേഖലയിൽ രാജ്യങ്ങൾ വിപണി പിടിക്കാൻ മത്സരിക്കുകയാണ്. പല തന്ത്രങ്ങളും അതിന്റെ ഭാഗമായി എല്ലാ രാജ്യങ്ങളും പയറ്റുന്നുമുണ്ട്. അമേരിക്കയുടെ ഉപരോധം കാരണം ചില രാജ്യങ്ങളുടെ എണ്ണ വിപണിയിലേക്ക് എത്തുന്നുമില്ല. അങ്ങനെയിരിക്കെ വിപണി നിരീക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയുടെ പുതിയ വിപണി തന്ത്രം. സൗദിയുടെ പ്രധാന ഇനം ക്രൂഡ് ഓയിലിന് വില കുറയ്ക്കാൻ തീരുമാനമായിരിക്കുകയാണ്. വിലപട്ടിക സംബന്ധിച്ച വിവരം ബ്ലൂംബർഗ് ആണ് റിപ്പോർട്ട് ചെയ്തത്. മെയ് മാസത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്ന എണ്ണയ്ക്കാണ് വില കുറയുക. ഉൽപാദനം കുത്തനെ വർദ്ധിപ്പിക്കാൻ സൗദി അറേബ്യ ഉൾപ്പെടുന്ന ഒപെക് രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു. ഇത് വില കുറയ്ക്കാൻ ഇടയാക്കുമെന്ന വിലയിരുത്തലുകൾ ഉള്ളപ്പോഴാണ് ഏഷ്യയിലേക്ക് നൽകുന്ന ക്രൂഡ് ഓയിൽ വില താഴ്ത്താൻ ആരാംകോ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഉൾപ്പെടെ കുറഞ്ഞ വിലയ്ക്ക് നല്ല ക്രൂഡ് കിട്ടുമെന്നതാണ് ഫലം. ഇന്ത്യയുടെ ഡീസൽ പെട്രോൾ വില കുറയുമെന്ന അഭ്യൂഹങ്ങളുമുണ്ട്. അറബ് ലൈറ്റ് ക്രൂഡിന് സൗദി അറേബ്യ 2 വർഷത്തിനു ശേഷമാണ് ഇത്രയും വില കുറയ്ക്കുന്നത്. ബാരലിന് $2.30 കുറച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അറബ് ലൈറ്റ് ക്രൂഡിന് സാധാരണ ഇത്രയും വില കുറയ്ക്കാറില്ല. അന്തർദേശീയ വിപണിയിൽ ക്രൂഡ് വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സൗദിയുടെ ഈ നീക്കം. സൗദിയും റഷ്യയും ഉൾപ്പെടുന്ന എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് പ്ലസ് ക്രൂഡ് ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. മെയ് 1 മുതൽ പ്രതിദിനം 4 ലക്ഷത്തിലധികം ബാരൽ ഉൽപാദനം കൂട്ടാനാണ് തീരുമാനം. ഇതോടെ ക്രൂഡ് ഓയിൽ വില വൻതോതിൽ കുറയുകയാണ്. കഴിഞ്ഞ ദിവസം $5 വരെ ബാരലിന് കുറഞ്ഞു. ബ്രന്റിനം ക്രൂഡിന് $65 പുതിയ വില. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും താഴ്ന്ന നിരക്കിലേക്ക് എണ്ണവില എത്തുന്നത്. അതിനൊപ്പം സൗദി അറേബ്യ ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണവില കൂടി കുറച്ചത് ഇന്ത്യക്ക് ലാഭമാകും. ക്രൂഡ് വില കുറയുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങൾ ആശ്രയ കേന്ദ്രങ്ങൾ വൈവിധ്യവൽക്കരിക്കുകയാണ്. എണ്ണവിലയിൽ ഇന്ത്യ അടവ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പശ്ചിമേഷ്യയെ മാത്രം ക്രൂഡ് ഓയിലിന് വേണ്ടി ആശ്രയിച്ചിരുന്ന ഇന്ത്യ നിലവിൽ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക എന്നീ മേഖലകളെയും ആശ്രയിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കൂട്ടാനും ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിപണി നഷ്ടമാകുമോ എന്ന ആശങ്കയാകാം സൗദിയുടെ പുതിയ തീരുമാനത്തിന് പിന്നിൽ. ഇറാഖ്, കസാക്കിസ്ഥാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ വൻതോതിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇറാൻ, വെനസ്വേല എന്നീ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിനാൽ ഈ രാജ്യങ്ങളിലെ എണ്ണ കാര്യമായി വിപണിയിൽ എത്തുന്നില്ല. മാത്രമല്ല, വില കൂടിയാൽ റഷ്യക്ക് നേട്ടമാകുമെന്ന് അമേരിക്ക ഭയക്കുന്നു. ക്രൂഡ് വില കുറയ്ക്കണം എന്ന് ഡൊണാൾഡ് ട്രംപ് നിരന്തരം ആവശ്യപ്പെടുന്നതും ഈ ലക്ഷ്യത്തോടെയാണ്. ഉൽപാദനം കൂട്ടാൻ ഒപെക് രാജ്യങ്ങൾ തീരുമാനിച്ചത് ഇന്ത്യക്ക് ആശ്വാസകരമാണ്. സൗദി അറേബ്യ വില കുറയ്ക്കാൻ തീരുമാനിച്ചത് മറ്റൊരു ആശ്വാസമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് വലിയ ലാഭം ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ത്യൻ ഡീസലിനും പെട്രോളിനും വില കുറയുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ബാരലിന് $70 താഴെ വിലയെത്തിയാൽ ഇന്ത്യയിൽ വില കുറയുമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി സൂചിപ്പിക്കുന്നു.